ഹലോ, അപ്പം ഞാൻ എൻ്റെ വീട്ടിലാണല്ലോ. അപ്പം ഞാൻ എൻ്റെ വീട്ടിലൊരു ദിവസമാണ് കേട്ടോ കാണിക്കുന്നത്, ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ അതേ പാറൂസ് എണീറ്റിട്ടില്ല. പാറൂസ് ഇന്നലെ വന്നതിൻ്റെ ക്ഷീണവും പിന്നെ ചേച്ചിനെ കണ്ടതിൻ്റെ തകർക്കലിലൊക്കെ 12 മണിയായിട്ട് ഉറങ്ങിയിട്ട്. പിന്നെ ആൾ 5 മണിക്ക് എണീറ്റിട്ട് അതിൻ്റെ പോയി നിൽക്കുകയാണ്, കളിക്കണം എന്നുള്ള ജ്വരം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ എങ്ങാണ്ട് ഉറങ്ങിയത് 7 മണിയായപ്പോഴായിട്ട്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സമയത്ത് ആളെ എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല ഉറക്കണതിൻ്റെയൊക്കെ അവളെ എണീറ്റിട്ട് പിന്നെ വീണ്ടും കിടന്ന് ഉറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കാലത്ത് തന്നെ ദോശയുണ്ട്, ഗോതമ്പിൻ്റെ ദോശയായിരുന്നു. എനിക്ക് അങ്ങനെ അത്ര വലിയ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എന്നാലും പാറൂസിന് ഞാൻ കാലത്തിടക്ക് ദോശ കൊടുക്കാറുണ്ട്, ഗോതമ്പിൻ്റെ. അപ്പോൾ അല്ലൂസൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ അവിടെ കിടപ്പുണ്ട്. അമ്മയ്ക്ക് അങ്ങനെ കുനിഞ്ഞ് നിവർന്നൊന്നും പണിയൊന്നും എടുക്കാൻ പറ്റില്ല. നമ്മുടെ ഹെർണിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഇപ്പം ഞാൻ അങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നതും അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാമെന്നൊക്കെ ചിലപ്പോൾ ഗോതമ്പിൻ്റെ ദോശയൊക്കെ ചുട്ടി വെച്ചിട്ടുണ്ട്. പാറൂസ് എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാം ഓടിയത് അങ്ങാടി കിടക്കുന്ന നല്ല ഓടി കഴിഞ്ഞ് കളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലോടൊക്കെ ചോദിക്കുന്നുണ്ട് പാറു എന്തി. അപ്പോൾ പാറു എണീറ്റിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പാറൂസ് എണീറ്റായിരുന്നു കേട്ടോ. അവൾ എണീറ്റപ്പോൾ തന്നെ വലിയ ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല. ചേച്ചിനെ കണ്ടിട്ടും വലിയ മൈൻഡൊന്നും അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് എൻ്റെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വന്നിരുന്നു. അത് ഉറക്കപ്പിച്ചിന്ന് എണീറ്റപ്പോൾ ഒരു വശപ്പശക്കും. അപ്പോൾ അതേ കാലത്ത് തന്നെ ഞാനെടുത്ത് ഒക്കത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ റെഡി ആയിട്ടോ. അവൾക്ക് അങ്ങനെ കാലത്ത് പെട്ടെന്ന് ചേച്ചീനെയൊക്കെ കണ്ടപ്പോൾ ഒരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് റെഡി ആയപ്പോൾ ചേച്ചിയോടൊപ്പം കളിക്കാനൊക്കെ ആയിട്ട് നിന്ന് കൊടുത്തു കേട്ടോ. അപ്പോൾ അതേ മാമൻ എടുക്കാൻ പോകുമ്പോൾ മാമൻ്റെയൊക്കെ പോകേണ്ട വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മ അവിടെ സൈഡിൽ കിടക്കട്ടിട്ട്. അപ്പോൾ അവൾക്ക് ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഞങ്ങളോട് ബെൽറ്റ് കിട്ടണം. അപ്പോൾ കാലത്ത് ഞാൻ ദോശ എനിക്കങ്ങനെ ഇഷ്ടമല്ല, എന്നാലും ഞാൻ ചിക്കൻ കറി ഉള്ളോട് ദോശ കഴിച്ചു കേട്ടോ. ഇപ്പോൾ ഇടയ്ക്ക് പാറുവിനും കൊടുത്തു ദോശ. പാറു അങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവൾക്ക് വയറ്റിൽ നിന്ന് കുറച്ച് ദിവസം പോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ അച്ചാമ്മ വന്നിട്ടുണ്ട്, നമ്മുടെ അച്ഛൻ്റെ അമ്മ. അപ്പോൾ ഞാനിവിടെ അമ്മ എനിക്ക് തയ്ച്ചൊരു ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. ഞാൻ അമ്മക്ക് തയ്ക്കാൻ വേണ്ടി എടുത്തു കൊടുത്താണ്ട് അജറക്കിൻ്റെ തുണി. പക്ഷേ അമ്മക്ക് ചുരിദാറിന് എത്താത്തതുകൊണ്ട് അമ്മ എനിക്ക് ടോപ്പ് അടിച്ച് തന്നായിരുന്നു. ഒരെണ്ണം എനിക്ക് കൊണ്ടുവന്നു. പിന്നെ ഒരെണ്ണം അമ്മ കോളായെന്ന് പറഞ്ഞ് നൈറ്റിക്ക് വെട്ടി വെച്ചിട്ട് അമ്മക്ക് നൈറ്റിക്ക് എത്തണില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് തയ്ച്ച് വെച്ചത് കോളായെന്ന് പറഞ്ഞ അമ്മ എനിക്ക് ഇവിടെ വരുമ്പോൾ വീട്ടിലിട്ടോന്നും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഒന്ന് ഇട്ട് നോക്കുമ്പോൾ അത് എനിക്ക് ഇഷ്ടമായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ സാമ്പാറിൻ്റെ പൊടി ഉണ്ടായിട്ട്. അപ്പോൾ സാമ്പാറിൻ്റെ പൊടി വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ കിച്ചൺ ബ്രഷസിറ്റ് ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അത് എനിക്ക് മാറ്റി വാങ്ങിക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ അത് മാറ്റി വാങ്ങിക്കാൻ പോകാട്ടോ. അപ്പോൾ എനിക്ക് ഉഴുന്ന് വാങ്ങിക്കണമെന്ന്. കാരണം ദോശയ്ക്ക് പാറൂസിന് ദോശ ഇട്ടപ്പോൾ ദോശ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഉഴുന്ന് വാങ്ങിക്കണം. അപ്പോൾ കടയിലോട്ട് പോകട്ടെ. അപ്പോൾ പാറൂസിന് അവൾ കണ്ണൊക്കെ എഴുതി കൊടുത്ത് സെറ്റാക്കി കൊടുക്കണുണ്ട് കേട്ടോ. അവൾക്ക് അങ്ങനെ എന്താ പറയുക, ഞാനങ്ങനെ കണ്ണെന്ന് എഴുതി കൊടുക്കാറില്ല. അങ്ങനെ ഞങ്ങൾ കടയിലോട്ട് പോകാനുണ്ട്. ഇപ്പോൾ പോയിരുന്ന വഴിയൊക്കെ ഇതുകൊണ്ട് പുല്ലൊക്കെ മൂടി അങ്ങനെ ഇതായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേറെ വഴി ഒരു നടന്ന് വെട്ടിത്തെളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വഴി കൂടെ പോകാൻ നമ്മൾ കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നടപ്പാത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് പോയിരുന്ന വഴിയൊക്കെ തന്നെ ഉണ്ടാ. അതിൽ കൂടെ തന്നെ നമുക്ക് വഴിയില്ലാഞ്ഞിട്ടല്ല കേട്ടോ നമ്മൾ ഈ വഴി കൂടെ പോകുന്നത്. നമുക്ക് ഷോർട്ട് കട്ട് കയറി പോകാമെന്നുള്ള ഇതാണ് കേട്ടോ. മറ്റേ വഴിയാണെങ്കിൽ നമ്മൾ വളഞ്ഞ് കുറച്ച് നടക്കില്ല. ഇതാകുമ്പോൾ പെട്ടെന്ന് നേരെ മെയിൻ റോഡ് സൈഡ് എത്തി നമുക്ക് കട കൊടുത്തിരിക്കുകയാണ്. കുറേ ഒരാളും കൂടി നടപ്പെട്ടിട്ടല്ലോ. കടയിൽ വരുമ്പോൾ നമ്മൾ റോട്ടിലെത്തിയത് കട പെട്ടെന്ന് റോഡെത്തി. അപ്പോൾ ഇതാണ് നമ്മൾ സ്ഥിരം വരാനുള്ള കട, പലചരക്കട. ഇവിടെ നിന്ന് നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്നത്. അങ്ങനെ കടയിലെത്തിയായിരുന്നു. സാമ്പാർ പൊടി വാങ്ങിക്കാനുണ്ടായിരുന്നു, പിന്നെ ഉഴുന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു, പിന്നെ സോപ്പ് പൊടിയൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. പാത്രങ്ങളുടെ സോപ്പും നടക്കണ സോപ്പൊക്കെ വാങ്ങിച്ചായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി പാറൂസ് ഞാനും മല്ലും കൂടി കിടക്കാം കേട്ടോ, ടി വി കണ്ടിട്ട്. അപ്പോൾ 2 കുരുക്കുകൾ എൻ്റെ സൈഡിലാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ ഇടയ്ക്ക് വെക്കാമെന്ന് ചോദിച്ചിട്ട് നമ്മൾ ഇടയ്ക്ക് വെക്കേണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ കിടപ്പുണ്ട്, അതേ സാധനങ്ങളൊക്കെ. ഞാൻ കുറച്ച് കഴിയുമ്പോൾ പാറൂസിന് ഉറക്കാൻ കയറി കിടന്നു വാതിലടിച്ചിട്ട്. അപ്പോൾ അവൾക്കാണെങ്കിൽ കളിക്കണം എന്നുള്ള ജ്വരം മൂത്തോണ്ട് വാതിലിൻ്റെ പോയിരുന്നു മോങ്ങ കേട്ടോ കളിക്കാൻ പോകാനായിട്ട് ചേച്ചി. അപ്പോൾ അപ്പുറത്ത് ചേച്ചിയും വീട്ടിൽ പറയുന്നുണ്ട് വാതിലടിച്ച് പറഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ ചോദിച്ചു. കാരണം 2 പേരും കൂടി കളിക്കാനിരുന്ന് കഴിഞ്ഞാൽ എന്താ പറയുക, 2 പേർക്കും അറിവില്ലല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാണ്. അത് കുറച്ച് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ പിന്നെ പാറൂസിന് ഞാൻ എടുത്തുകൊണ്ട് കേട്ടോ. കറണ്ട് പോയിട്ട് പാറൂസ് ഉറങ്ങിയില്ല കേട്ടോ, എണീറ്റു. ഫ്രണ്ടിൽ മാവൻ വന്നാക്കുന്നതുകൊണ്ട് ഫ്രണ്ടിൽ പോയി നിൽക്കേണ്ട, വണ്ടിയുടെ അടുത്ത് ഇരിക്കണം. വണ്ടിക്ക് പോകണമൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവനിങ്ങനെ എപ്പോഴും വണ്ടിക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് അവനിങ്ങനെ നോക്കിയിരിക്കണം. അങ്ങോട്ട് പോകുമ്പോൾ അവൻ്റെ പുറകെ അങ്ങോട്ട് പോകും. അപ്പോൾ കയ്യിലൊരു ബിസ്ക്കറ്റും കഷ്ണം കൈ പിടിച്ചിട്ട് കണ്ടോ നടപ്പ് മാത്രം അങ്ങാടി ഇങ്ങോട്ട് ചുമ്മാ നടക്കുക, കഴിക്കണില്ല കേട്ടത്. അപ്പോൾ അങ്ങാടി ഇങ്ങോട്ട് ചുമ്മാ എന്നിട്ട് അവിടെ പോവുക, അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വരാം. അതന്നെ എൻ്റെ പാറൂസിൻ്റെ മെയിൻ പണി എന്ന് പറയുന്നത്. അവൻ അങ്ങോട്ട് പോയാൽ അവൻ്റെ അപ്പം അങ്ങോട്ട് പോകും, അവൻ ഇങ്ങോട്ട് പോയാൽ അവൻ്റെ അപ്പം ഇങ്ങോട്ട് പോകും. അവൻ്റെ പുറകെ ഇങ്ങനെ നടക്കുക, അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ചുമ്മാ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് എന്തായാലും ഒക്കെ വന്നവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. പാറൂസ് അങ്ങാടിങ്ങാട് ചുമ്മാ അങ്ങാടിങ്ങാട് കുറച്ച് കഴിഞ്ഞപ്പോൾ മീൻ കൊണ്ടുവന്നതിന് അങ്ങനെ പ്രത്യേക സമയമൊന്നുമില്ല കേട്ടോ. കൊണ്ടുവന്നാൽ അപ്പോൾ കറിയൊക്കെ രാത്രിയാണ് കൊണ്ടുവന്നെങ്കിൽ രാത്രി തന്നെ കറിയൊക്കെ അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ കിളിമീനാണ് ഈ പറയണം. നമ്മൾ തൃശ്ശൂരൊക്കെ പറയുന്നത് ചുമന്ന കോരാന്നാണ്, നമ്മളിവിടെ കിളിമീൻ എന്നാണ് പറയുക. പിന്നെ നന്ദനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കിളിമീനായിട്ട് എടുത്തത്, നല്ല വലിയ കിളിമീനായിരുന്നു. നമ്മൾ ഫ്രൈ ആക്കാനായിട്ട് എടുത്തത്, കറി വെക്കാനൊന്നും എടുത്തില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ കൂനമ്മാവിൽ, നമ്മളിവിടെ അടുത്ത് കൂനമ്മായി പോകണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ കൂനമ്മാവിൽ പോകാൻ നിൽക്കട്ടെ. പാറൂസ് അവർ യാത്ര പോകണമെന്ന് മനസ്സിലായപ്പോൾ ഫ്രണ്ടിൽ പോയിട്ട് നിൽക്കട്ടെ. ആദ്യം അങ്ങനെ പോയൊന്നുമില്ല കേട്ടോ, കൊണ്ടുപോകില്ലാതെ മനസ്സിലായതുകൊണ്ടായിരിക്കും ആദ്യം അങ്ങനെ പോകണമെന്നുണ്ടായിരുന്നില്ല. എൻ്റെ വന്നിങ്ങനെ നിൽക്കണേന്ന് കേട്ടോ. പിന്നെ അവർ വണ്ടിയിൽ കയറാൻ വേണ്ടി ഇങ്ങനെ കൈ കാണിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ട്. അപ്പോൾ അവനാണെങ്കിൽ വണ്ടി എടുക്കാൻ വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് അറിഞ്ഞിട്ട് എൻ്റെ അടുത്ത് തന്നെ വന്നു. എന്നിട്ട് വീണ്ടും
അവർ വണ്ടി സ്റ്റാർട്ട് ചെയ്തത് മനസ്സിലായപ്പോൾ അവരുടെ പോകണമെന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞിട്ട് ഇങ്ങനെ അവരൊക്കെ വണ്ടിയിലോട്ടൊക്കെ കയറി പോയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ വന്നായിരുന്നു കേട്ടത്. അപ്പോൾ അവർ കൈ കാണിക്കുമ്പോൾ അവളുടെ ഒരു ഫോണുണ്ട് കേട്ടോ. ഇത് പോയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വന്നായിരുന്നു. അവൻ വണ്ടി എടുക്കാത്തതുകൊണ്ട് അങ്ങനെ കരഞ്ഞോണ്ട് എൻ്റെ അടുത്ത് തന്നെ വന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അവൻ കൈ കാണിച്ചപ്പോൾ അവൻ വണ്ടി കയറിയെന്ന് മനസ്സിലായപ്പോൾ അത് വീണ്ടും അവൻ്റെ ഒപ്പം പോവുകയാണ് കേട്ടോ കാണുന്നത്. അത് ഞങ്ങൾക്കൊരു ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ ആൾക്ക് വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ അമ്മയും വേണ്ട അച്ഛനും വേണ്ട ആരും വേണ്ട കേട്ടോ. ആരും അപ്പോൾ വേണമെങ്കിൽ ടാറ്റ പോകാനാണെങ്കിൽ ഫാസ്റ്റ് ഇറങ്ങിക്കോളും. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പോകാനപ്പോൾ നമ്മുടെ മീനൊക്കെ നല്ല വെട്ടിക്കഴുകി തേച്ച് മസാലയൊക്കെ തേച്ച് ഫ്രൈ ആക്കാൻ വെച്ചേക്കട്ടെ. അപ്പോൾ അമ്മ വീഡിയോ എടുക്കുന്നത് പറഞ്ഞപ്പോൾ കുറച്ച് ഡെക്കറേഷൻ പരിപാടി കഴിഞ്ഞിട്ട് നമ്മുടെ കറിവേപ്പിലേക്ക് എടുത്ത് ഇങ്ങനെ നൈസായിട്ട് സൈഡിലോട്ടൊക്കെ വെച്ച് കൊടുക്കട്ടെ. എന്നിട്ട് എന്നോട് വീഡിയോ എടുക്കാൻ പറയുന്നത് ഞാൻ മീനൊക്കെ നല്ല ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാറൂസിന് നമ്മൾ പാലെടുക്കാനൊക്കെ കൊണ്ടുവന്നിട്ട് പാലിലൊക്കെ അടച്ചിട്ടുണ്ട് കേട്ടോ. പാലെണീറ്റ് ഇരുന്നിട്ട് വലിയ ഗോഷ്ടിയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ഉള്ളതാണല്ലോ. അപ്പോൾ അതേ സീരിയലിൻ്റെ ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതേ അമ്മ സീരിയൽ കാണാൻ എല്ലാവരും ടി വിയിൽ കാണാൻ പാറൂസും അല്ലൂസും അങ്ങനെ ചുമ്മാ പാറൂസ് ചോറ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അല്ലുവാണെങ്കിൽ ഇങ്ങനെ കഴിക്കണമൊന്നുമില്ല കേട്ടോ. എന്താണെന്ന് പറഞ്ഞൂടാ വയറ്റിൽ നിന്ന് പോകാത്തതുകൊണ്ട് ഒരു അസ്വസ്ഥതയിൽ ഇപ്പോൾ തന്നെ മീനൊക്കെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. പക്ഷേ മീൻ എന്താണെന്ന് പറഞ്ഞൂടാ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല മാംസം ഇങ്ങനെ നടന്ന് പോകേണ്ടത്. അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അപ്പം തന്നെ എനിക്ക് ചോറിനാന്ന് തോന്നിയിട്ടു. അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലും വറുത്ത് കഴിഞ്ഞപ്പോൾ ചോറിനാൻ തോന്നുന്നുള്ളൂ എനിക്ക് സ്പെഷ്യലായിട്ട്. അപ്പോൾ 2 കഷ്ണം മീനായിട്ട് നമുക്കുണ്ടായിരുന്നു. നല്ല വലിയ 2 കഷ്ണം മീൻ. അപ്പോൾ പാറൂസ് എൻ്റെ ഒരു ചോറിനാൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്ക്. എന്താണ് സാമ്പാർ കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. 9 മണിയായിട്ട് അപ്പോൾ ഞങ്ങൾ കിടക്കാൻ വേണ്ടി കിടന്നത് പാറൂസൊക്കെ ഉറങ്ങിയിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയായിരുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്ത് ടാറ്റ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക.